വെൽക്കം ടു സെലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? വളരെ ടൈമിന് ശേഷമാട്ടോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ മാമ്പഴ പുലിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ വീഡിയോയോട് കിടക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 വലിയ മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നീളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാൻ മതി. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ വേണം നമുക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് തേങ്ങാപ്പാൽ എനിക്ക് ഫ്രഷ് തേങ്ങ കിട്ടിയില്ല. തേങ്ങാപ്പാൽപ്പൊടി ആയാലും മതി. ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്, മാഗി ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ 1 കപ്പാണ് ഉപയോഗിക്കാൻ പോണത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് 3 ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. അത് മാങ്ങൻ്റെ രുചി പോലെ ഇരിക്കും. മാങ്ങ മധുരമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഇടേണ്ടി വരില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര പൊടിയാണ്. അത് കുറച്ച് ഞാൻ ഇടുള്ളൂ. ഏകദേശം ഞാൻ 1 സ്പൂണത്തോളമേ ഇടണുള്ളൂ വീഡിയോയിൽ. പിന്നെ നമുക്ക് ഇനി വറുത്തിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കടുക് വേണം കുറച്ച്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വേണം, പിന്നെ 3-4 ഞാനിവിടെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാനിവിടെ 3-4 നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാനിവിടെ 3-4 നേരിയതായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം കുറച്ച്, പിന്നെ നമുക്ക് മുളക് വേണം, ഉണക്കമുളക്. എൻ്റെ അടുത്ത് ഉണ്ടമുളകേ ഉള്ളൂ. എന്നോട് പറഞ്ഞ നാട്ടിൽ ഉണ്ടമുളക് കിട്ടിയില്ല എന്നാൽ അത് കുഴപ്പമൊന്നുമില്ല, നീളത്തിലായാലും മതി, പക്ഷെ ഉണക്കമുളകായിരിക്കണം. പിന്നെ നമുക്ക് 2 തുള്ളി ഉലുവപ്പൊടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറച്ചുള്ളത് മതി. നമുക്ക് 2 തുള്ളി മതി, അധികമൊന്നും വേണ്ട ഉലുവപ്പൊടി, കാരണം നമ്മൾ ഉലുവ ഇടുന്നുണ്ട്. നമുക്കിനി നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ ഇട്ടു? മാങ്ങ ഇട്ടു, പച്ചമുളക് ഇട്ടു, ഉപ്പ് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഞാൻ പറഞ്ഞ അളവിൽ മുഴുവനും ഞാൻ ഇട്ടിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അത് നമ്മൾ വറുത്തിടുന്ന സമയത്ത് നമ്മൾ അതിലും ചേർക്കാൻ പോകണം. ഇനി നമ്മൾ ശർക്കര ഇടും. ശർക്കര നമ്മളെ സാധാ വലിയ സ്പൂണിന് ഞാൻ ഒരെണ്ണം ഇടണമെന്നേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. നമ്മൾ ഇനി ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകണം. 15 മിനിറ്റത്തേക്ക് നമ്മൾ ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ഇരിക്കും. നല്ലോണം മുഷിയായിട്ടുണ്ട് നമ്മളുടെ മാംഗോ. ആ നേരം കൊണ്ട് ഞാനൊരു മഗ്ഗിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന തൈരും നമ്മളുടെ തേങ്ങാപ്പാലും പിന്നെ അതിൽ ഞാൻ ജീരകവും ഇട്ടിട്ടുണ്ട്, ജീരകം പൊടി അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. മിക്സിയിലിട്ട് മിക്സ് ചെയ്തതല്ല കേട്ടോ, ഈ വിസ്കർ വെച്ച് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. ഇതേപോലെ ഇരിക്കും. നമ്മൾ ഇനി ഇത് നമ്മളുടെ മാങ്ങ പുളിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണേണ്. മാങ്ങ പുളിശ്ശേരിയിലൂടെ നമ്മൾ തേങ്ങാപ്പാലും നമ്മുടെ തൈരും ഇട്ട് കളയുമ്പോൾ ചില ആൾക്കാർ സ്റ്റവ് ഓഫ് ചെയ്യാറുണ്ട്. അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ ഒന്നും തന്നില്ല. ഞാൻ സ്റ്റവ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. സ്റ്റവ് ഓൺ തന്നെയായിരുന്നു. അത് പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മൾ ഇനി ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് പോണ വരെ ഒന്ന്, അതിൻ്റെ ഒരു കട ടേസ്റ്റ് ഉണ്ടാവില്ല, അത് പോണ വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ലോണം ഒന്ന് കുക്കായി വരും. അപ്പോഴേക്കും നമ്മൾ അത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ വേണം. കാരണം നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയാലും വേറെ ഏതെങ്കിലും ചട്ടിയിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൺചട്ടി ആയത് കാരണം ആ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ആ ചൂടുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുക്കിങ്ങുകളുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ആ നേരം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. ഞാൻ ഈ നേരം കൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്യണേ. അടുത്തൊരു ചട്ടിയിൽ ഞാനിവിടെ ഏരിയതായിട്ടൊന്ന് എണ്ണ ചൂടായി വന്നു. അപ്പോഴേക്കും ഞാൻ അതിൽ കടുക് ഇട്ടു. കടുക് കൂടുതലാണ് ഇടേണ്ടത്, ഉലുവ കുറച്ചിട്ടാൽ മതി. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിലോട്ട് ഉലുവയും കറിവേപ്പിലയും ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയും
പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി 2 തുള്ളി ഉലുവപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മാങ്ങ പുളിശ്ശേരിയിലോട്ട് അത് ചേർപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മളുടെ ഉണ്ടമുളകും ഈ സമയത്താണ് കേട്ടോ ഇടേണ്ടത്. ഞാൻ പറയാൻ വിട്ടു പോയതാണ്. നമ്മുടെ മുളക് ഉണ്ടമുളകായാലും നേര് മുളകായാലും ഉണക്കമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മാങ്ങ പുളിശ്ശേരിയിലോട്ട് നമ്മൾ ചേർപ്പിച്ച് കൊടുക്കുന്നു. സ്റ്റവ് ഓണാക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിൽ നമ്മൾ 15 മിനിറ്റത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് വെക്കുന്നു. അപ്പോൾ മാങ്ങയിലോട്ട് അതെല്ലാം പിടിച്ച് വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ലൊരു പാത്രത്തിലോട്ട് പ്ലേറ്റ് ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ നമ്മളുടെ മാങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ മാങ്ങ പുളിശ്ശേരിയാണ്. നമ്മുടെ സദ്യക്കൊപ്പം കഴിക്കാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ടൈമിന് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ പറഞ്ഞറിയിക്കുക. നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ടാഗ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സെലീനാസ് കിച്ചണിൽ നിന്നും ഓണം ആശംസകൾ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.